ചന്ദനമണിവാതിൽ പാതി ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിലക്കേ ശൃംഗാര ചന്ദ്രികേ നീരാടി നീനിൽക്ക്. അവര് താമസമായിട്ട് ചെറിയ ആള് നിലേശൻ, ചെറിയ മോള് താമസം നിലേശനാണോ? പത്മാ ടീച്ചർക്ക് ശേഷം ടീച്ചർക്ക് ശേഷമല്ലേ? പത്മാ ടീച്ചർ 98 2002 പത്മാ ടീച്ചർക്ക് ടീച്ചറെ കാണുന്നുണ്ടെന്ന് പറയുന്നത്. അവിടെ പോയി അതെ അന്നല്ലേ ഇപ്പൊ അല്ല, പക്ഷെ പത്മാ ടീച്ചർ അല്ലാതെ ഓർമ്മ കുറവുണ്ട്. അതുപോലെ ടീച്ചർക്ക് പത്മാ ടീച്ചർക്ക് എനിക്ക് ഒരു പ്രശ്നമൊക്കെ കൊറേ അച്ഛന്റെ കീഴില് ജോലി ചെയ്തില്ലേ? അതൊക്കെ ഓർമ്മയില്ല. ചാർജ് ഉണ്ട്. സ്കൂളടക്കൊക്കെ വരും. പിന്നെ കേസ് ആയിരിക്കും അല്ലെ? പിന്നെ ഞാനും ചേർന്നതാ ബോംബെ കേസ് ആയിരിക്കും. ഇങ്ങനെ സ്കൂളിൽ ഒരു നല്ലതാണ്, മലയാളം കാണും. അതെ അതെ അതെ. ചന്ദനമണിവാതിൽ പാതി ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിലക്കേ ശൃംഗാര ചന്ദ്രികേ നീരാടി നീനിൽക്ക്. എന്തായിരുന്നോ മനസ്സിൽ ചന്ദനമണിവാതിൽ പാതി ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിലക്കേ ശൃംഗാര ചന്ദ്രികേ നീരാടി. എന്തായിരുന്നോ മനസ്സിൽ എന്റെ പേര് ഓർമ്മ ഒന്നുമില്ലേ? സ്കൂളില് 72 ആയിരിക്കും അല്ലേ? പത്മാവതി ടീച്ചർക്കാരുടെ മുമ്പിൽ ഉണ്ടാ ഞാൻ പോകുമ്പാടെ ഉണ്ടല്ലേ? നാരായണ മാഷും ഉണ്ട്. അടിയോടി അയാളെ ഭാര്യ ഉണ്ടെന്ന് ടി എൻ നാരായണ അടിയോടി അയാളെ ഭാര്യ അമ്മു ടീച്ചർ.
അവരുടെ അന്നേരം അപ്പുറത്തെ പള്ളിന്റെ അടിയിലെ ആടെയാണ് ആടെയാണ് ഓഫീസ് റൂം, പിന്നെ ക്ലാസ് എല്ലാം. ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. രുക്മിണി ടീച്ചർ ഉണ്ടെന്ന് രുക്മൺ ടീച്ചർ ഉണ്ട്, ഞാൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാവും, അല്ലാത്ത ഓർമ്മയില്ല, ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ മാധവ നമ്പ്യാർ മാഷില്ലേ? PT മാധവ നമ്പ്യാർ PT മാധവ മാഷുണ്ട്, യു നാരായണനുണ്ട്, പിന്നെ ഏതാമര മാഷ്, മാനുവൽ മാഷ്. ആ മാനുവൽ മാഷില്ലേ? മാനുവൽ മാഷ് കണ്ണപുരത്തിലെ സാമൂല്. അല്ല, മാനുവൽ മാഷിന്റെ മരിച്ചുപോയി പിന്നീട്. മാനുവൽ മാഷില്ലേ? LP യില് അതിനെല്ലാം ഇപ്പന്നെ വന്നേ. ആദ്യം അത് മരിച്ചത് നമ്മള് ആ ഭാഗത്തിലുണ്ടായില്ല, പള്ളിന്റെ ആടെയില്ല. മുൻഷിയോ? അസനാർ മുൻഷി. അസനാർ മുൻഷി അന്നേരം ഉണ്ട്. അസനാർ മുൻഷി അന്നേരം ഉണ്ട്, ഈ അറബിക്ക് പഠിപ്പിക്കാനായിട്ട്. നാഗോര മാഷില്ലേ കുന്നല് മാഷില്ലേ? ഡ്രോയിങ് കുന്നൂര് കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോ ആ ഡ്രോയിങ് വരുന്ന പി ദാമോദരൻ, പീടി. പിന്നെ വലിയ കുന്നൂരെന്ന് വിളിക്കല്. അല്ലെ, പിന്നെ വലിയ താമര മാഷും ചെറിയ താമര മാഷായി. ചെറിയ ദാമോദരനും മറ്റേ ഇയാളെ ചെറിയ അടിപൊളി മാഷ് ഉണ്ടാകുമ്പോ അമ്മു ടീച്ചർ, അടിപൊളി മാഷ്, ഹെഡ് മാഷ്. അന്നേരം പത്മാവതി, പിന്നെ അന്നേരം പത്മാവതി ടീച്ചറുണ്ട്, അടിപൊളി മാഷ് ഭാര്യ. പിന്നെ ഞാനാണ് ഉദയമാളുണ്ടായിരുന്നു ചെറുകുന്നിൽ. ആ ഉദയമാൾക്കാണ് 67-66 എൻ്റെ ആദ്യത്തെ ജോലി ചെയ്യുന്ന അവിടെയാണ്. ആ അവിടെ നിന്ന് പിന്നെ ഞാൻ 70 ഇങ്ങോട്ടേക്ക് വന്നതാണ്. എനിക്കറിയുന്ന ഒരാൾ ഇടാറ്റുണ്ട്, അവർ പറഞ്ഞു ആടെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞു. ആളെ എന്നിട്ട് ജോലി റിസൈൻ ചെയ്തു, അവിടുത്തെ ജോലി. 4 കൊല്ലം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന്റെ അടുത്ത്. മക്കളെ കുറിച്ചിട്ട് മക്കളെ കുറിച്ച് പിന്നെ പറഞ്ഞാല് സാധാരണ സ്കൂളിൽ പഠിച്ചാണ് എൻ്റെ 2 മക്കൾ. ഇംഗ്ലീഷ് മീഡിയമോ മറ്റ് സ്പെഷ്യൽ ട്യൂഷനോ ഒന്നുമില്ല. 5ാം ക്ലാസ് വരെ എലമ്പച്ചി സ്കൂളിൽ പഠിച്ചു, വല്യമ്മ. പിന്നെ 6ാം ക്ലാസ് മുതൽ വയനാട് SKMG ഹൈസ്കൂൾ, സുബ്ബകൃഷ്ണ മെമ്മോറിയൽ ജെയിൻസ് ഹൈസ്കൂൾ, അതിൻ്റെ പേര് ജൈനന്മാരതാണ്. അവിടെയാണ് ഈ കുഞ്ഞ് പഠിച്ചത്. 6, 7, 8, 9, 10. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നല്ല മാർക്കോടെ പാസ്സായി ഇവിടെ വന്നിട്ട് പയ്യന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പയ്യന്നൂർ കോളേജിൽ. മറ്റവൻ 5ാം ക്ലാസ് വരെ എലമ്പച്ചി സ്കൂൾ. അത് 5ാം ക്ലാസ് വരെ ഇല്ല, നോർത്ത് സ്കൂൾ 5 വരെ സന്തോഷ് സ്കൂൾ. ഒരു ഇംഗ്ലീഷ് മീഡിയം, ഒരു ഇംഗ്ലീഷിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ട്യൂഷനോ ഒന്നും പോയില്ല, ക്ലാസ്സിൽ ഫസ്റ്റാണ് എല്ലാം 2 ആളും. അതിപ്പോഴും ഞങ്ങൾക്ക് മനസ്സിനോട് പോകില്ല. അങ്ങനെ ഏത് കാര്യത്തിലും എല്ലാവർക്കും അധ്യാപകന്മാർക്കും എല്ലാവർക്കും ഈ കുഞ്ഞുങ്ങളോട് ഭയങ്കര കാര്യമാണ്. അത് കഴിഞ്ഞ് SLC കഴിഞ്ഞിട്ട് പയ്യന്നൂർ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരാൻ വേണ്ടി രാജേഷ് ഇവിടെ വന്ന് വീട് താമസിച്ചു. എന്നാൽ നമ്മൾ 86-ലാണ് ഈ വീട്ടിൽ താമസാക്കുന്നത്. ഞാൻ SLC തെക്കേപ്പുര ഈ സ്കൂളിൽ 8, 9, 10, 11 ക്ലാസ് ഉണ്ടാകുന്നു. തെക്കേപ്പുര ഹൈസ്കൂളിൽ 5ാം ക്ലാസ് വരെ എലമ്പച്ചി സ്കൂൾ കഴിഞ്ഞു. 6 മുതൽ സെൻറ്റ് പോൾസ് UP സ്കൂൾ തൃക്കരിപ്പൂര്, സെൻറ്റ് പോൾസ് UP. അപ്പം അവർ വീട്ടിലേക്ക് സിസ്റ്റർമാർ വന്നനായിരുന്നു നമ്മളെ കാണാൻ വേണ്ടിയില്ല. അപ്പം എൻ്റെ അമ്മമ്മയൊക്കെ പറയും, പാതർച്ചീരെ സ്കൂളിലാക്കി നൈവളാ ഓട്ടത്തിലും പതിച്ചു. അപ്പം ഈ കുറേ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, പിന്നെ ട്രെയിനിങ്ങിനായിട്ട് TTC അയച്ചാൽ മതി പറഞ്ഞു. കാനാ നാരായണ മാഷ്, എലമ്പച്ചി സ്കൂളിൽ മാഷായിട്ടുണ്ടായാണ് കാനാ നാരായണ മാഷ്. ഈ അമ്പലത്തിൻ്റെ മുമ്പിലായിട്ട് വരും ഈ സ്കൂൾ. സാമൂതിരി കോളേജ് ഹൈസ്കൂളിൻ്റെ ഒരു ഭാഗമാണ് ഈ PT ടീച്ചേഴ്സിൻ്റെ ക്ലാസ്. സാമൂതിരി കോളേജ് ഹൈസ്കൂൾ അത് ഈ തളിയിൽ അമ്പലത്തിൻ്റെ താഴത്തായിട്ട് വരും. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു അമ്പലമൊക്കെ ഞാൻ. സാമൂതിരി കോളേജ് ഹൈസ്കൂളിൻ്റെ ഒരു ഭാഗത്താണ് ക്ലാസ്. ഈ പിന്നെ ഈ അമ്പലത്തിൻ്റെ കുറച്ച് തെക്ക് ഭാഗത്തായിട്ട് ഹോസ്റ്റൽ, പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ. നമ്മളെ നോക്കാൻ മേട്രൻ. സ്പോർട്സിൽ ഞാൻ സ്കൂളിൽ പിന്നെ ഉണ്ടാകും ഓട്ടം, പിന്നെ ചാട്ടം, പിന്നെ അന്നേരം ഈ ഷോർട്ട് പുട്ടൊന്നുമില്ല, തുള്ളൽ മാത്രമേ. അതിനെല്ലാം ഫസ്റ്റ് തന്നെ കിട്ടും. ആ സ്കൂളിലെ തിക്കൈപ്പൂർ ഹൈസ്കൂളിൻ്റെ ആ മൈതാനിയിലാണ് പരിപാടി ഉണ്ടാവുക. റെയിൽവേ സ്റ്റേഷൻ്റെ കേക്ക് വാങ്ങി അതിന് എല്ലാത്തിനും ഫസ്റ്റ് ആയിരിക്കും. ആ കുഞ്ഞിരാമാഷ അന്നേരം അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അയാളോട് ആരോ പറഞ്ഞ അവിടെ ഒരു വേക്കൻസി ഉണ്ട്,
എന്ന് പറഞ്ഞിട്ട് അയാൾ നമ്മുടെ അടുത്ത് വിവരം തന്നു. അപ്പോൾ ആടെ എന്നിട്ട് സ്കൂളിൽ പോയിട്ട് രാജി എഴുതി കൊടുത്തു. അധ്യാപക വൃത്തി ആരംഭിച്ചത് എവിടെയാണ്? കൽപ്പറ്റയിലോ? ഏത് സ്കൂളാണ്? HIM UP സ്കൂൾ. ഏത് വർഷം അവിടെ ചേർന്നു? 57. 1957 ജൂൺ 3-നാണ് അവിടെ തുടർന്ന് അവിടെ തന്നെ തുടർന്ന് അവിടെ തന്നെ. എത്ര വർഷക്കാലം അവിടെ? മറ്റേ അന്ന് ഈ ഡിസ്ട്രിക്ട് ബോർഡെല്ലാം കൂടെ ഇതാക്കിയിട്ടില്ല, അമാൽഗമേഷൻ വരുന്ന സമയത്ത് ആ സമയത്ത് ബോർഡിൽ കയറാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസ് പോകുമായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ വേറൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ കുറേ ആൾക്കാരവിടെ ഉണ്ട്, ഏട്ടന്മാരൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഏട്ടൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ഏട്ടനവിടെ ഈ സ്കൂൾ മാനേജറുടെ ഓഫീസിലെ സൂപ്പറുണ്ട്. അപ്പോൾ അവർക്ക് ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സിലാണ് താമസം. എന്നിട്ട് അവിടെ തന്നെ പ്രൊമോഷനായി അതെ അതെ അവിടെ തന്നെ 34 വർഷം കൂടെ എച്ചമായിട്ടുണ്ട്. 1970 അതിവിടെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്ന കല്യാണം. പിന്നെ അതിൻ്റെ റിസപ്ഷനൊക്കെ ടീച്ചർ എവിടെ വർക്ക് ചെയ്യുന്നത്? ടീച്ചർ തായ്മേക്കാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് ക്ലബിങ് ആക്കുന്നുണ്ട്. കൽപ്പറ്റയിലേക്ക് പോയി. ക്ലബിങ് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം രണ്ടാളും കൂടെ കൽപ്പറ്റയിൽ പോയി. കൽപ്പറ്റയിലേക്ക് പോയിരുന്നു. അങ്ങനെ ഒരു നീണ്ട ചരിത്രമൊക്കെ അത്. പരമേശ്വര കൈലാസവാസി ദേവി ജഗദംബികെ രാജരാജേശ്വരി മഹാമായെ രക്ഷിക്കണേ. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിക്കണേ. ദേവി ജഗദംബികെ രാജരാജേശ്വരി മഹാമായെ രക്ഷിക്കണേ. കൂട്ടുകപ്പോ ഒന്നും കൊടുത്തിട്ടേ അവർക്ക് ചായ കുടിക്കാൻ പറയണം. ചായ കൊടുത്തില്ല. ചായ എന്നൊക്കെ കുടിക്കുന്നല്ല. ചായ കുടിക്കാൻ പറയണ്ടേ? എല്ലാം കണ്ടു. എത്ര സമയം നമ്മളിപ്പോ സംസാരിക്കാൻ കിട്ടില്ല. കുറച്ച് അധികം സമയം ഇവിടെ നിന്നു. കിട്ടിയില്ല മറ്റു സ്ഥലങ്ങളിൽ. ഏതായാലും വിഷമിച്ച് ഇട വരെ നമുക്കൊന്നിച്ച് കൂടാം. ചില്ലിട്ട വാതിലിൽ വന്നു നിൽക്കാമോ, മെല്ലെ തുറന്നു തരാമോ, ഓ മെല്ലെ തുറന്നു തരാമോ. ചില്ലിട്ട വാതിലിൽ വന്നു നിൽക്കാമോ.